ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന നാടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന മലയോര ഗ്രാമം. ഇന്ന് സൈലന്റ് വാലിയായി അറിയപ്പെടുന്ന പ്രദേശത്തിന്റെ താഴ്വരയിൽ ഒരു ചെറുപട്ടണമായി വളർന്നിരിക്കുന്നു ഈ പ്രദേശം. ഇന്നും മനുഷ്യസ്പർശമേൽക്കാത്ത നിഗൂഢ വനാന്തര ഭാഗത്തേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ പട്ടണം. മഹാഭാരത കഥയിൽ പഞ്ചപാണ്ഡവർ അജ്ഞാതവാസം നടത്തിയത് ഈ നിശബ്ദ താഴ്വരയിൽ ആണെന്നാണ് ഇവിടത്തെ ജനവിശ്വാസം. ഈ പ്രദേശത്തെ ചില സ്ഥലനാമങ്ങൾ മഹാഭാരത കഥയിലെ സംഭവങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. ഭീമന് പതിച്ചു നൽകിയ നാട് എന്നർത്ഥം വരുന്ന ഭീമനാട്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന സൈരന്ധ്രി എന്ന പ്രദേശം, കുന്തിപ്പുഴയിലെ പാത്രക്കടവ്, അരക്കുപറമ്പ്, തച്ചനാട്ടുകര, എടത്തനാട്ടുകര, പൊരുതിമല തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയമാണ് മണ്ണാർക്കാടെന്ന് ഏതൊരാൾക്കും ഇവിടുത്തെ തെരുവുകളിലൂടെ നടന്നാൽ മനസ്സിലാവും. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടേതായ രീതിയിൽ ആരാധനകൾ നിർവഹിക്കാൻ ദേവാലയങ്ങൾ യഥേഷ്ടമുള്ള സ്ഥലം കൂടിയാണ് മണ്ണാർക്കാട്. ഗതകാലങ്ങളിൽ സമൃദ്ധമായ ഒരു കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങൾ മണ്ണാർക്കാടിന്റെ പല ഭാഗങ്ങളിൽ ഇന്നും കാണാം. ഒരു നാടിന്റെ അഭിമാനത്തിന്റെ അടയാളമായി കരുതപ്പെടുന്ന പരിശുദ്ധമായ കുന്തിപ്പുഴ ഒഴുകുന്നത് ഇതിലൂടെ. കേരള ചരിത്ര സംബന്ധിയായ പുസ്തകങ്ങളിൽ മണ്ണാർക്കാടിന്റെ പഴയ കാലത്തെപ്പറ്റി കാര്യമായ സൂചനകളൊന്നുമില്ല. ഈ പ്രദേശത്തിന്റെ ജനവാസത്തിന്റെ ചരിത്രമന്വേഷിച്ചു പോകാൻ നമുക്കിവിടുത്തെ കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയും കാലപ്പഴക്കത്തിന്റെ കഥയാണ് കൂട്ടിനുള്ളത്. കേരളം പരശുരാമ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം കടലിൽ നിന്ന് പൊക്കി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം തപസ്വിയായിരുന്നു, യോദ്ധാവുമായിരുന്നു. ആ തപശക്തി കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ച് ഈ ഭൂപ്രദേശത്ത് വന്നപ്പോൾ അവിടെ ജനവാസത്തിന് യോജിച്ച സ്ഥലമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം മറ്റ് ദേശത്തുനിന്ന് കുറേ ആളുകളെ കേരളത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്തി. അവരുടെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളുണ്ടാക്കി. ആ ക്ഷേത്രങ്ങൾക്ക് ചില തന്ത്രി കുടുംബങ്ങളെ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് കേരളത്തിൽ സ്ഥാപിച്ചു. അങ്ങനെ 12 തന്ത്രി കുടുംബങ്ങളെയാണ് കേരളത്തിൽ അവരോധിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു തന്ത്രി കുടുംബമാണ് കാട്ടിലാമുറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാറ്റില്ല മുറ്റം എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പേര്. ആ മനസ്സിൽ എന്തോ ഒരു വലിയൊരു ആഘോഷം നടക്കുന്ന സമയത്ത് ഗംഭീര കാറ്റുമഴയും വന്നു. ആ കാറ്റുമഴ വന്ന സമയത്ത് അന്നത്തെ വലിയ ആള് മുറ്റത്തേക്ക് ഇറങ്ങി, അയ്യോ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളതായ ഒരു ദേവിയെ സംബന്ധിച്ച് നല്ലോണം ഒരു പ്രാർത്ഥന നടത്തി. അതിനുശേഷം മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ധാരാളം മഴ പെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ മുറ്റത്ത് ആ മനക്കില് മഴ പെയ്യാതെ കണ്ട് കർമ്മങ്ങൾ നടക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചരിത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ മനയിലെ നമ്പൂതിരി ശ്രേഷ്ഠന്മാർ തന്ത്രികളായിരുന്ന 6ഓളം ക്ഷേത്രങ്ങൾ ഈ മനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു. പേരഞ്ചത്ത് ശിവക്ഷേത്രം, ശ്രീ പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രം, ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം, വള്ളുവമ്പുഴ വിഷ്ണു ക്ഷേത്രം, അരകുറിശി ഭഗവതി ക്ഷേത്രം, മുക്കണ്ണം മഹാദേവ ക്ഷേത്രം എന്നിവയാണവ. ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളൊന്ന് കാണുന്ന ഈ ദേവീക്ഷേത്രങ്ങളൊക്കെ രാജസ്ഥാനം തിരുമാന്താക്കുന്ന എന്ന മാന്ധാതാവ് പറഞ്ഞൊരു മഹർഷിയാണ് അത് ഇവിടേക്ക് കൊടുക്കുന്നത്. അദ്ദേഹം അത് കൊണ്ടുവരുന്ന സമയത്ത് ആന്ധ്രയിൽ നിന്ന് നടന്നു വരിക
ഒരു ബിംബമുണ്ട്, ചെറിയൊരു ബിംബമുണ്ട്. അദ്ദേഹം രണ്ടു നേരവും അതിനെ പൂജിക്കും. ഇവിടെ പെരുന്തൽമണ്ണത്തായിട്ട് പാതാക്കര മനയുണ്ട്. ആ മനയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ അന്ന് മനയൊന്നുമില്ല. അവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ഇരുട്ടായി. ഇനി നടക്കാൻ വയ്യ, അവിടേക്ക് എത്താൻ വയ്യ. നിശ്ചയിച്ചപ്പോൾ അവിടെ ഈ ബിംബം അവിടെ വെച്ച് അവിടെ കുളിച്ച് പൂജ നടത്തി. എന്നിട്ട് അന്നത്തെ പൂജ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയും ആയിട്ട് പൂജ കഴിഞ്ഞിട്ട് ആ ബിംബം എടുക്കാൻ നോക്കിയപ്പോൾ അത് പോകുന്നില്ല, അവിടെ ഉറച്ചിരുന്നു. ആ ബിംബത്തിൽ നിന്ന് വേറൊന്നിലേക്ക് ആവാഹിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ്. അതാണ് ഇപ്പോൾ തിരുമാനന്തപുരത്തിൽ ശ്രീമൂലസ്ഥാനത്ത് ഉള്ളതായിട്ടുള്ള ഭഗവതിയുടെ ക്ഷേത്രം.